Dear students, welcome to this video. In this video, we are going to discuss about the topic canonical forms. അതായത് ബൂളിയൻ ആൾജിബ്രയിലെ കുറച്ച് കോൺസെപ്റ്റുകളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ബൂളിയൻ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു, ഹൗ ടു ഫൈൻഡ് എ കോംപ്ലിമെൻറ്റ് ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ബൂളിയൻ ഫംഗ്ഷനെ നമ്മൾ മിനിമൈസ് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബൂളിയൻ ഫങ്ഷൻസിൽ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു ടേമാണ് കാനോനിക്കൽ ഫോം. അതായത് സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ പല ഫങ്ഷൻസും നമ്മൾ കണ്ടതാണ് അല്ലേ. ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് വൈ കോംപ്ലിമെൻറ്റ് എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ് പ്ലസ് എക്സ് വൈ കോംപ്ലിമെൻറ്റ് എന്നാണെന്ന് വിചാരിക്കുക. ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ അല്ലെ. ഒരു ബൂളിയൻ ഫംഗ്ഷനാണ് വിച്ച് കണ്ടെയ്ൻസ് ടു വേരിയബിൾസ്. എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഉള്ള ഒരു ബൂളിയൻ ഫംഗ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ രണ്ട് ടേംസ് ആണുള്ളത് അല്ലെ. ഈ ഒരു എക്സ്പ്രഷനിൽ രണ്ട് ടേമുകളുണ്ട്, ഇതിൽ രണ്ട് വേരിയബിൾസ് ഉണ്ട്. പക്ഷേ ഈ രണ്ട് വേരിയബിൾസും എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിളും എല്ലാ ടേംസിലും വരുന്നില്ല. അപ്പം നിങ്ങൾക്കിത് നോക്കി അറിയാം, നമ്മുടെ ആദ്യത്തെ ടേമിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മാത്രമേ വരുന്നുള്ളൂ. രണ്ടാമത്തെ ടേമിലാണെന്നുണ്ടെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസും വരുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ കാനോനിക്കൽ ഫോം ഓർ സ്റ്റാൻഡേർഡ് ഫോം. അതായത് സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ കാനോനിക്കൽ ഫോമിലാണെന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈച്ച് ടേം ഓഫ് എ ലോജിക് എക്സ്പ്രഷൻ ഷുഡ് കണ്ടെയ്ൻ ഓൾ ദ വേരിയബിൾസ്. അതായത് ഒരു ഫംഗ്ഷനിൽ ഏതൊക്കെ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ ആ വേരിയബിൾസ് എല്ലാം തന്നെ നമ്മുടെ ആ എക്സ്പ്രഷനിലത്തെ ഓരോ ടേമിലും പ്രസൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഗിവൺ ഫംഗ്ഷൻ കാനോനിക്കൽ ഫോമിലാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കാനോനിക്കൽ ഫോമിലല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു ഫംഗ്ഷൻ നമുക്ക് നോക്കി നോക്കാം. അതായത് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ സെഡ്, മൂന്ന് വേരിയബിൾസ് ഉള്ള ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് എക്സ് സെഡ് പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റ് വൈ സെഡ് പ്ലസ് വൈ ഡബ്ല്യു പ്ലസ് എക്സ് സെഡ് ഡബ്ല്യു കോംപ്ലിമെൻറ്റ്. അപ്പം ഇതിൽ എക്സ് വൈ ഡബ്ല്യു എക്സ് വൈ സെഡ് നാല് വേരിയബിൾസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് നാല് വേരിയബിൾസ് വരുന്ന ഒരു ബൂളിയൻ ഫംഗ്ഷനാണ്. പക്ഷേ ഇതിൽ ഓരോ ടേമിലും ഓരോ വേരിയബിൾസ്, ഇപ്പോൾ ആദ്യത്തെ ഒരു ടേം നോക്കുകയാണെങ്കിൽ ഇതിലാകെ കൂടെ രണ്ട് വേരിയബിൾസ് മാത്രമേ വരുന്നുള്ളൂ, എക്സും സെഡും. ഇതിൽ ഡബ്ല്യു മിസ്സിംഗ് ആണ്, വൈയും മിസ്സിംഗ് ആണ്. ഇനി രണ്ടാമത്തെ ടേം നോക്കുകയാണെങ്കിൽ ഇതിൽ എക്സ് വൈ ഡബ്ല്യു മാത്രമേ ഉള്ളൂ, സെഡ് മിസ്സിംഗ് ആണ്. ഇനി മൂന്നാമത്തെ ടേം നോക്കുകയാണെങ്കിൽ എക്സ് സെഡ് ഡബ്ല്യു മാത്രമേ ഉള്ളൂ, അതിൽ വൈ എന്ന് പറയുന്ന ഒരു ടേം വേരിയബിൾ മിസ്സിംഗ് ആണ്. സോ ഇറ്റ് ഇസ് നോട്ട് ഇൻ കാനോനിക്കൽ ഫോം. അപ്പോൾ എങ്ങനെയാണ് പലപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൺവേർട്ട് ദ എക്സ്പ്രഷൻ ഇൻ ടു കാനോനിക്കൽ ഫോം. നമുക്കൊരു എക്സ്പ്രഷൻ തരും, ആ എക്സ്പ്രഷനെ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പലപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒന്നാമത്തെ ഫംഗ്ഷനിൽ രണ്ട് വേരിയബിൾസ് ആണുള്ളത്. പക്ഷേ ആദ്യത്തെ ടേമിൽ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, വൈ എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ മിസ്സിംഗ് ആണ്. എങ്ങനെയാണ് ഈ ടേമിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനിലത്തെ എല്ലാ ടേംസിലും എല്ലാ വേരിയബിളും വരുന്ന രീതിയിൽ എങ്ങനെ ഈ ഫംഗ്ഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാം, അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബൂളിയൻ പോസ്റ്റ്ലേറ്റ്സും തിയറംസും എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് വൈ കോംപ്ലിമെൻ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ കോംപ്ലിമെൻറ്റ് പ്ലസ് എക്സ് വൈ കോംപ്ലിമെൻറ്റ് എന്ന് ഞാൻ ഇതിനെ മാറ്റി എഴുതുകയാണ്. എന്തെങ്കിലും വ്യത്യാസം വരുമോ? കാരണം എന്താ, വൈ പ്ലസ് വൈ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു 1 അല്ലേ. ഒരു വേരിയബിളും എയുടെ വാല്യൂ 1 ആണെങ്കിൽ 1ന്റെ കോംപ്ലിമെന്റ് എന്താണ്? 0 ആണ്. 1 + 0 = 1. സോ ഇവിടെ എക്സ് ഡോട്ട് 1 ആണ് വരുന്നത്. ഇനി എ ഡോട്ട് 1 എന്താണ്? എ തന്നെയാണ് അല്ലെ. എയുടെ വാല്യൂ സപ്പോസ് 0 ആണെന്ന് വിചാരിക്കുക. 0.1 എന്താണ്? 0 തന്നെയാണ്. 1 ഡോട്ട് എയുടെ വാല്യൂ 1 ആണെങ്കിൽ 1.1 എന്താണ്?
1 ആണ്. സോ ഇവിടെ എയുടെ വാല്യൂ എന്താണോ അതാണ് ഇവിടെ റിസൾട്ടിൽ വരുന്നത്. സോ എക്സ് ഡോട്ട് 1 ഈക്വൽ ടു എക്സ് തന്നെയാണ്. ഇവിടെ ഞാൻ 1നെ y പ്ലസ് y കോംപ്ലിമെന്റ് എന്ന് ഞാൻ മാറ്റി എഴുതി. ഇനി എന്ത് ചെയ്യാം, എനിക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ എനിക്ക് മാറ്റി എഴുതാം എക്സ് വൈ പ്ലസ് എക്സ് വൈ കോംപ്ലിമെന്റ് പ്ലസ് എക്സ് വൈ കോംപ്ലിമെന്റ് അല്ലേ. ഇതിൽ രണ്ട് ടേംസ് സെയിം ആണ്. അതിൽ നമുക്ക് മറ്റൊരു ലോ അറിയാം, എ പ്ലസ് എ ഇസ് ഈക്വൽ ടു എ എന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ഇതിനെ ഞാൻ ഇത് എ പ്ലസ് എ തന്നെയാണ്, രണ്ട് ടേംസ് സെയിം ആണ്. സോ എങ്ങനെ എനിക്കത് മാറ്റി എഴുതാം, എക്സ് വൈ പ്ലസ് എക്സ് വൈ കോംപ്ലിമെന്റ് എന്നെനിക്ക് മാറ്റി എഴുതാനായിട്ട് സാധിച്ചു. ഇപ്പൊ നോക്കൂ, ഇതിൽ രണ്ട് ടേംസ് ആണ് ഈ ഒരു എക്സ്പ്രഷനിലുള്ളത്. ഈ രണ്ട് ടേമിലും ഈ ബൂളിയൻ വേരിയബിൾസ് രണ്ടാളും പ്രസന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻ കാനോനിക്കൽ ഫോം, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിക്കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ കാനോനിക്കൽ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നത്. ഇതുപോലെ തന്നെ ഏതൊരു ഫംഗ്ഷൻ തന്നാലും നമുക്ക് അതിനെ കാനോനിക്കൽ ഫോമിലേക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, മറ്റൊരു ഫംഗ്ഷനും കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. മറ്റൊരു ഫംഗ്ഷനും കൂടെ നമുക്കൊന്ന് കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ എഴുതിയിരുന്നു എക്സ് സെഡ് പ്ലസ് എക്സ് കോംപ്ലിമെന്റ് വൈ ഡബ്ല്യു പ്ലസ് എക്സ് സെഡ് ഡബ്ല്യു കോംപ്ലിമെന്റ്. ഇതിൽ എത്ര വേരിയബിൾസ് ആണുള്ളത്, ഡബ്ല്യു എക്സ് വൈ സെഡ്. ഡബ്ല്യു എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 4 വേരിയബിൾസ് ആണ് ഓരോ ടേമിലും വരേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ രണ്ട് വേരിയബിൾസ് മിസ്സിംഗ് ആണ്, ഇതിലൊരെണ്ണം മിസ്സിംഗ് ആണ്, ഇതിലൊരെണ്ണം മിസ്സിംഗ് ആണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഏതാണോ മിസ്സിംഗ് ആയിട്ടത് അതിനെ നമുക്ക് മാറ്റി എഴുതാം അല്ലേ. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ ടേമിന് ഞാൻ മാറ്റി എഴുതാണ് എക്സ് സെഡ് എക്സ് സെഡ്. ആദ്യം ഞാൻ ഇതിലോട്ട് y ആണ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, y പ്ലസ് y കോംപ്ലിമെന്റ്. ഓക്കെ, വ്യത്യാസം വരില്ല. എക്സ് സെഡ് y പ്ലസ് y കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പൊ എക്സ് സെഡ് ഡോട്ട് 1 എന്താണ്, എക്സ് സെഡ് തന്നെയാണ്. സോ ചേഞ്ച് ഒന്നും വരുന്നില്ല. പ്ലസ് എക്സ് കോംപ്ലിമെന്റ് y w ഇൻറ്റു, ഇവിടെ പിന്നെ ഏത് ടേം ആണ് മിസ്സിങ്, z ആണ് മിസ്സിങ് അല്ലെ. അപ്പൊ ഞാൻ അതിനെ z പ്ലസ് z കോംപ്ലിമെന്റ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു. പ്ലസ് എക്സ് സെഡ് ഡബ്ല്യു കോംപ്ലിമെന്റ് ഇൻറ്റു വൈ പ്ലസ് വൈ കോംപ്ലിമെന്റ് എന്ന് ഞാൻ ഇതിനെ റീറൈറ്റ് ചെയ്യാണ് അല്ലെ. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റി എഴുതാം എക്സ് സെഡ് വൈ പ്ലസ് എക്സ് സെഡ് വൈ കോംപ്ലിമെന്റ് പ്ലസ് എക്സ് കോംപ്ലിമെന്റ് വൈ ഡബ്ല്യു സെഡ് പ്ലസ് എക്സ് കോംപ്ലിമെന്റ് വൈ ഡബ്ല്യു സെഡ് കോംപ്ലിമെന്റ് പ്ലസ് എക്സ് സെഡ് ഡബ്ല്യു കോംപ്ലിമെന്റ് വൈ പ്ലസ് എക്സ് സെഡ് ഡബ്ല്യു കോംപ്ലിമെന്റ് y കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോൾ എക്സ് കോംപ്ലിമെന്റ് വൈ ഡബ്ല്യു സെഡ് ഇത്രയും ടേംസ് വന്നു കഴിഞ്ഞു. ഇതിലൊക്കെ ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടേംസ് ഉണ്ടായിരിക്കാം, അതൊക്കെ നിങ്ങൾ വെട്ടിക്കളയാം. ഇനി ഇതിൽ ഇപ്പൊ ഈ ടേംസ് നോക്കുമ്പോൾ ഇതിലെല്ലാത്തിലും 4 വേരിയബിൾസും പ്രസന്റ് ആണ് അല്ലെ. ഇനി ഇവിടെ ഈ 2 ടേംസ് ആണ് ഉള്ളത്. ഇതിലാണ് നമുക്ക് ഒരു ടേം മിസ്സിംഗ് ആയിട്ടുള്ളത്, ഒരു വേരിയബിൾ മിസ്സിംഗ് ആയിട്ടുള്ളത് ഡബ്ല്യു അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഡബ്ല്യുവും കൂടെ ഈ 2 ടേംസിന്റെ കൂടെ ആഡ് ചെയ്ത് എഴുതുമ്പോൾ എക്സ് സെഡ് വൈ ഇൻറ്റു ഡബ്ല്യു പ്ലസ് ഡബ്ല്യു കോംപ്ലിമെന്റ് പ്ലസ് എക്സ് സെഡ് വൈ കോംപ്ലിമെന്റ്, യെസ് എക്സ് സെഡ് വൈ കോംപ്ലിമെന്റ് ഇൻറ്റു ഡബ്ല്യു പ്ലസ് ഡബ്ല്യു കോംപ്ലിമെന്റ് പ്ലസ്, ഇപ്പൊ ഈ 2 ടേംസും കഴിഞ്ഞു. ഇനി ഇതേ ടേമുകൾ റിപ്പീറ്റ് ചെയ്ത് വരും. എക്സ് കോംപ്ലിമെന്റ് വൈ ഡബ്ല്യു സെഡ് പ്ലസ് എക്സ് കോംപ്ലിമെന്റ് വൈ ഡബ്ല്യു സെഡ് കോംപ്ലിമെന്റ് പ്ലസ് എക്സ് സെഡ് ഡബ്ല്യു കോംപ്ലിമെന്റ് വൈ പ്ലസ് എക്സ് സെഡ് ഡബ്ല്യു കോംപ്ലിമെന്റ് വൈ കോംപ്ലിമെന്റ്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും, എക്സ് സെഡ് വൈ ഡബ്ല്യു പ്ലസ് എക്സ് സെഡ് വൈ ഡബ്ല്യു കോംപ്ലിമെന്റ് പ്ലസ് എസ് സെഡ് വൈ കോംപ്ലിമെന്റ് ഡബ്ല്യു പ്ലസ് എക്സ് സെഡ് വൈ കോംപ്ലിമെന്റ് ഡബ്ല്യു കോംപ്ലിമെന്റ് പ്ലസ് ഇത് ടേംസ് അങ്ങനെ തന്നെ വരും. എക്സ് കോംപ്ലിമെന്റ് വൈ ഡബ്ല്യു സെഡ് പ്ലസ് എക്സ് കോംപ്ലിമെന്റ് വൈ ഡബ്ല്യു സെഡ് കോംപ്ലിമെന്റ് പ്ലസ് എക്സ് സെഡ് ഡബ്ല്യു കോംപ്ലിമെന്റ് വൈ പ്ലസ് എക്സ് സെഡ് ഡബ്ല്യു കോംപ്ലിമെന്റ് വൈ കോംപ്ലിമെന്റ്. ഇതിൽ ഒരുപാട് ടേംസ് ഉണ്ട്, പക്ഷെ പലതും ക്യാൻസൽ ചെയ്ത് പോകുന്നതായിരിക്കും. അതായത് നമുക്കറിയാം എ പ്ലസ് എ ഈക്വൽ ടു എ ആണ്. അപ്പൊ 2 ടേംസ് ഒരുപോലെ വരുന്നുണ്ടെങ്കിൽ അതിന് ഒരെണ്ണമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇതിൽ ഏതൊക്കെയാണ് സെയിം ആയിട്ട് വരുന്നത്, എക്സ് കോംപ്ലിമെന്റ്
WXYZ വരുന്നുണ്ട്, അങ്ങനെ ഒരു ടേം ഇല്ല. ഇനി W കോംപ്ലിമെന്റ് XYZ ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം. W കോംപ്ലിമെന്റ് XYZ, ഇത് രണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഇതിൽ ഒരെണ്ണം ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇനി WY കോംപ്ലിമെന്റ് XZ ഉണ്ട്, അങ്ങനെ ഒരു ടേം ഉണ്ടോ? WY കോംപ്ലിമെന്റ് ഇല്ല. ഇനി അടുത്തത് W കോംപ്ലിമെന്റ് XY കോംപ്ലിമെന്റ് Z, W കോംപ്ലിമെന്റ് XY കോംപ്ലിമെന്റ് Z അല്ലെ. അപ്പൊ ഇതിൽ ഒരെണ്ണം നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്ത ഏതാണ്? X കോംപ്ലിമെന്റ് Y WZ, X കോംപ്ലിമെന്റ് Y W ഇല്ല അല്ലെ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ടേംസ് രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ A+A = A എന്ന് പറയുന്ന പോസ്റ്റ്ലേറ്റ് നമുക്കറിയാം. അപ്പോൾ അതുവഴി നമുക്ക് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഏതൊരു ഫംഗ്ഷൻ തന്നാലും അതിനെ കറസ്പോണ്ടിങ് കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്, അതായത് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നതിന് ശേഷം ആ ഫംഗ്ഷനെ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറയും. സോ കാനോനിക്കൽ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു എക്സ്പ്രഷനത്തെ എല്ലാ ടേംസിലും എല്ലാ ബൂളിയൻ വേരിയബിൾസും, അതായത് ആ ഫംഗ്ഷനിൽ ഏതൊക്കെ ബൂളിയൻ വേരിയബിൾസ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത് ആ എല്ലാ ബൂളിയൻ വേരിയബിൾസും ആ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ എക്സ്പ്രഷൻ്റെ എല്ലാ ടേമിലും വരുന്ന രീതിയിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ എക്സ്പ്രഷൻ ഇസ് ഇൻ കാനോനിക്കൽ ഫോം ഓർ സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, ഇനി കാനോനിക്കൽ ഫോമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് മിൻ ടേം ആൻഡ് മാക്സ് ടേം. അതായത് നമുക്ക് ഏതൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിലും, അതായത് ബൂളിയൻ ആൾജിബ്രയിൽ ഏതൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിലും അത് ഒന്നെങ്കിൽ മിൻ ടേംസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ മാക്സ് ടേംസ് ആയിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ ഇതിൽ ഒരു ബൈനറി വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഫംഗ്ഷനിൽ ഏതൊരു ബൈനറി വേരിയബിൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഏതൊരു വേരിയബിൾ ആണെന്നുണ്ടെങ്കിലും അത് രണ്ട് രീതിയിലായിരിക്കും നമ്മുടെ ഫംഗ്ഷനിൽ അപ്പിയർ ചെയ്യുന്നുണ്ടാവുക. അതായത് ഒന്നെങ്കിൽ അതിൻ്റെ നോർമലായിട്ട്, ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനിൽ അത് A എന്ന് പറയുന്ന നോർമൽ രീതിയിൽ വരാം. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ വരാം? A കോംപ്ലിമെന്റ് എന്ന് പറയുന്ന കോംപ്ലിമെന്റ് ആയിട്ട് വരാം. ഇനി അതല്ല മറ്റൊരു വേരിയബിൾ B ആണെങ്കിൽ ഒന്നെങ്കിൽ അത് B ആയിട്ട് വരാം, ഇത് നോർമൽ ഫോം ആണ്, ഇത് അതിൻ്റെ കോംപ്ലിമെന്റ് ഫോം ആണ്. ഓക്കെ, സോ എ ബൈനറി വേരിയബിൾ മേ അപ്പിയർ എയ്തർ ഇൻ ഇറ്റ്സ് നോർമൽ ഫോം ഓർ ഇൻ ഇറ്റ്സ് കോംപ്ലിമെന്റ് ഫോം അല്ലേ. ഇനി നമുക്ക് രണ്ട് വേരിയബിൾസ് കൺസിഡർ ചെയ്ത് നോക്കാം, എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ ഇത് രണ്ട് വേരിയബിൾസ് ആണ്. ഓക്കെ, ഇനി ഈ രണ്ട് വേരിയബിൾസിനെയും ഞാൻ ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് കമ്പൈൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് വരിക? എക്സ് ഡോട്ട് വൈ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് എക്സ് വൈ എന്ന് എഴുതും അല്ലേ. അപ്പം ഇതിനർത്ഥം എന്താ? ഈ രണ്ട് വേരിയബിൾസിനെയും ഞാൻ ആൻഡ് ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്തു എന്നതാണ് അതിൻ്റെ അർത്ഥം. കൺഫ്യൂസ്ഡ് ആവണ്ട, ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, ഇനി ഇതിൽ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ഈ വേരിയബിൾ നോർമൽ ഫോമിൽ വരാം അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ആയിട്ട് വരാം. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസ് വെച്ചിട്ട് ഏതൊക്കെ രീതിയിലുള്ള കോമ്പിനേഷൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നമ്മൾ ഇതിനു മുൻപ് ട്രൂത്ത് ടേബിൾ പറഞ്ഞിരുന്നു അല്ലേ. ട്രൂത്ത് ടേബിൾ പറയുമ്പോൾ രണ്ട് ഇൻപുട്ട് എഴുതും, അതിനുശേഷം നമ്മുടെ ഫംഗ്ഷനിൽ അല്ലെ ഒരു ഫംഗ്ഷനെ എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തതെന്നൊക്കെ നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ കണ്ടു. ഇപ്പോൾ എനിക്ക് സപ്പോസ് എഴുതേണ്ടത് എക്സ് വൈ കോംപ്ലിമെന്റ് പ്ലസ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇതിന് കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്? ആദ്യം ഇൻപുട്ട് എഴുതും. ഇൻപുട്ട് ഏതൊക്കെ ബൈനറി വേരിയബിൾസ് ആണോ അത് എഴുതും. ഈ ബൈനറി വേരിയബിൾസിന് പോസിബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഇൻപുട്ടുകളാണ് വരാൻ സാധ്യതയുള്ളത്? നമ്മൾ പറഞ്ഞു വേണമെങ്കിൽ രണ്ടും 0 ആവാം, അല്ലെങ്കിൽ ഒരെണ്ണം 0യും ഒരെണ്ണം 1 ആവാം. ഇതുപോലെ ഇത് ഒരെണ്ണം 0 ഇതൊരെണ്ണം 1, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും 1 ആവാം. ഇങ്ങനെ 4 കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് ആണ് ഈ രണ്ട് വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി സപ്പോസ് 3 വേരിയബിൾസ് ആണെന്ന് വിചാരിക്കാം. 3 വേരിയബിൾ എന്ന് പറയുമ്പോൾ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 വേരിയബിൾസ് ഉണ്ട്. ഈ 3 വേരിയബിൾസിന് ഏതൊക്കെ ഇൻപുട്ട് കോമ്പിനേഷൻസ് ആയിരിക്കും പോസിബിൾ ആയിട്ടുണ്ടാവുക? നോക്കി നോക്കാം. 3ഉം 0 ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 1 ബാക്കിയെല്ലാം 0, പിന്നെ 2 എണ്ണം 1 ബാക്കിയെല്ലാം 0, പിന്നെ 3 എണ്ണം 1 ആവാം അല്ലെ. അപ്പൊ 0 0 0 വരാം, 0 0 1 0 1 0 0 1 1. ഇത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതായത് ഡെസിമലിന്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെന്റേഷൻ ആണ്. ഇങ്ങനെ എഴുതിയാലും എല്ലാ കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ടും വരും. നോക്കൂ, 0 0 0 0 0 1 0 1 0 0 1 1.
1 0 0 ഇത് 1 ആയി, ബാക്കിയെല്ലാം 0 ആയി. ഇനി 1 0 1 രണ്ട് 1 പിന്നെ ഒരു 0 ആയി. ഇനി 1 1 0 1 1 1 കണ്ടോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 8 ഇൻപുട്ട് കോമ്പിനേഷൻസ് ആണ് വരുന്നത്. അതായത് 2 വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ 4 ഇൻപുട്ട് കോമ്പിനേഷനും 3 വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ 8 ഇൻപുട്ട് കോമ്പിനേഷൻസും ആണ് വരുന്നത്. ഇതിന് നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? അതായത് n വേരിയബിൾസ് ആണ് നമ്മുടെ ഒരു എക്സ്പ്രഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എത്ര ഇൻപുട്ട് കോമ്പിനേഷൻസ് പോസിബിൾ ആണ്? 2n ഇൻപുട്ട് കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, എന്നിന്റെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? 2 എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. ഇനി എന്നിന്റെ വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? 2 = 8 അല്ലേ. ഇനി എന്നിന്റെ വാല്യൂ 4 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? 2 = 16. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ജനറലൈസ്ഡ് ഇക്വേഷൻ. അതായത് n വേരിയബിൾസ് ആണ് ഒരു ബൂളിയൻ ഫംഗ്ഷനിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോഴോ എന്തോ ആയിക്കോട്ടെ അതിന് 2n കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് പോസിബിൾ ആണ്. ഓക്കെ, അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അത് ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കോൺസെപ്റ്റിലും അത് നമുക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 2 വേരിയബിൾസ് ഉള്ള ഒരു എക്സ്പ്രഷൻ ആണെന്ന് വിചാരിക്കുക. ഈ 2 വേരിയബിൾസിനെയും ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് ഞാൻ കമ്പൈൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ എനിക്കതിനെ എഴുതാനായിട്ട് പറ്റും? അതായത് a b എന്ന് പറയുന്ന 2 വേരിയബിൾസ് ആണ്. അപ്പോൾ ആദ്യം a.b വരും അല്ലേ, എ ബി. അങ്ങനെയാണെങ്കിൽ എ ബിക്ക് എന്തായിരിക്കും കറസ്പോണ്ടിങ്? എയും 1 ബിയും 1 അല്ലേ. ഇനി എന്താവാം? ഒന്ന് 1 ആവാം, ഒരെണ്ണം 0 ആവാം. ഇത് എയും ഇത് ബിയുമാണ് കേട്ടോ. ഒരെണ്ണം 1 ആവാം, പിന്നെ ഒരെണ്ണം 0 ആവാം. ഒരെണ്ണം 0 ആവാം, ഒരെണ്ണം 1 ആവാം, രണ്ടും 1 ആവാം. നോക്കാം. അപ്പൊ ഇതിനെങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ. അതായത് രണ്ടും 1 ആണെന്നുണ്ടെങ്കിൽ എ 1 ആണ്, ബിയും 1 ആണ്. സോ a.b എന്ന് ഞാൻ എഴുതി. ഇനി രണ്ടാമത്തെ കോമ്പിനേഷൻ നോക്കൂ. എ എന്ന് ഉദ്ദേശിക്കുന്നത് 1 ആണ്. സോ ബി എന്ന് ഉദ്ദേശിക്കുന്നത് 1 ആണ്. സോ 0നെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ബി കോംപ്ലിമെന്റ്, a.b കോംപ്ലിമെന്റ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. എ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എങ്ങനെ എഴുതും? എ എന്നാണോ നമ്മൾ എഴുതുക? അല്ല, എ കോംപ്ലിമെന്റ് ഡോട്ട് ബി എന്ന് പറയുന്നത് 1 ആണ്. സോ ബി. ഇനി അടുത്ത് നോക്കൂ. എയും 1 ആണ്, ബിയും 1. ഇത് രണ്ടും 0 ഇരിക്കുകയാണ്. സോറി, രണ്ടും 0 ആണെന്നുണ്ടെങ്കിലോ എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ്. കണ്ടോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇല്ലല്ലോ. അതായത് 2 വേരിയബിൾസ് ഉണ്ട്, എ ബി എന്ന് പറയുന്ന 2 വേരിയബിൾസ്. ഈ 2 വേരിയബിൾസിനെയും ഞാനൊരു ആൻഡ് ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്യാണ്. അങ്ങനെ ആൻഡ് ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള ടേംസിനെ പറയുന്ന ഒരു പേരാണ് മിൻ ടേം. മിൻ ടേം. ഓക്കെ, അതായത് ഒരു ബൂളിയൻ എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ ഈ 4 ആൻഡ് കോമ്പിനേഷൻസിന് പറയുന്ന പേരാണ് മിൻ ടേം ഓർ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ്. ഓക്കെ, ആൻഡ് എന്ന് പറയുന്നത് എന്താ? ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ അല്ലേ? ആൻഡ് ഓപ്പറേഷൻ അല്ലേ? അപ്പോൾ എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ അല്ല, സോറി, നമ്മുടെ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മിൻ ടേം എന്നാണ് ഇത്തരത്തിലുള്ള ടേംസിനെ നമ്മൾ പറയുന്നത്. അതായത് 2 വേരിയബിളിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ ആൻഡ് ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ടേംസിനെ പറയുന്ന പേരാണ് മിൻ ടേം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഓർ ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ടേംസിന് അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയുക? മിൻ ടേം എങ്ങനെയാണ്? ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓർ ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്ത് കിട്ടുന്നത് അപ്പോൾ അതെങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യാം? 2 വേരിയബിൾസ് എയും ബി ആണെന്ന് വിചാരിക്കുക. ഓർ ഓപ്പറേറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എ ഓർ ബി, എ കോംപ്ലിമെന്റ് ഓർ ബി, എ ഓർ ബി കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ്. ഇങ്ങനെ 4 ടേംസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഓർ ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്ത് കിട്ടുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് മാക്സ് ടേം ഓർ സം, സ്റ്റാൻഡേർഡ് സം. ഓക്കെ, ആൻഡ് ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ടേംസിനെ നമ്മൾ മിൻ ടേം ഓർ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയും.
ഓർ ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഇത്തരത്തിലുള്ള ടേംസിനെ മാക്സ് ടേം ഓർ സ്റ്റാൻഡേർഡ് സം എന്ന് പറയും. സ്റ്റാൻഡേർഡ് സം. ക്ലിയർ ആയോ? ഇത് മാറിപ്പോരുത് കേട്ടോ. മിൻ ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഓപ്പറേറ്റർ, മാക്സ് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഓർ ഓപ്പറേറ്റർ. ഓക്കെ. ഇനി ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പം ഞാൻ 2 വേരിയബിൾസ് വെച്ചിട്ട് മിൻ ടേമും പറഞ്ഞു കഴിഞ്ഞു, മാക്സ് ടേമും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ 2 എന്താ പറയുക വേരിയബിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് മിൻ ടേം മാക്സ് ടേം അതിൻ്റെ ഒരു ടേബിളായിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളത്. അപ്പോൾ വേരിയബിൾസ് ഇതാണ് ഒന്നാമത്തെ കോളം. ഏതൊക്കെ വേരിയബിൾസ് ആണുള്ളത്? 2 വേരിയബിൾ ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. ഇനി ഓക്കെ, എക്ക് ഏതെല്ലാം വാല്യൂസ് വരാം? എക്കും ബിക്കും 4 കോമ്പിനേഷൻസ് ആണ് അല്ലെ? 2 വേരിയബിൾസ് വെച്ചിട്ട് 4 കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. 0 0 0 1 1 0 1 1. ഓക്കെ. ഇനി ഇതിൻ്റെ മിൻ ടേം നമുക്ക് എഴുതി നോക്കാം. അതുപോലെ തന്നെ മാക്സ് ടേമും നമുക്ക് എഴുതി നോക്കാം. മിൻ ടേം എന്ന് പറയുന്നത് എന്താണ്? ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ട്. മാക്സ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഓർ ഓപ്പറേറ്റർ വെച്ചിട്ട്. ഓക്കെ. ഇനി ഓരോ ടേമും അതിൻ്റെ ഡെസിഗ്നേഷൻ ഉണ്ട്. അടുത്ത കോളത്തിൽ ടേം ഡെസിഗ്നേഷൻ. ഇതിനും അതുപോലെ തന്നെ ഒരു ടേം ഉണ്ട്, അതിൻ്റെ ഡെസിഗ്നേഷൻ ഉണ്ട്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മിൻ ടേം എന്ന് പറയുന്നത് ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ്, മാക്സ് ടേം എന്ന് പറയുന്നത് ഓർ ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. ഇതിപ്പോൾ ഞാൻ 2 വേരിയബിൾസിൻ്റെ കേസാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മിൻ ടേമിൽ ഏറ്റവും ആദ്യത്തെ കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം ഏതാ വരിക? ഓരോരുത്തരൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് എയും 0 ആണ്, ബിയും 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0നെ നമ്മൾ മിൻ ടേമിൽ എങ്ങനെയായിരുന്നു റെപ്രസെന്റ് ചെയ്യുക? 0നെ മിൻ ടേമിൽ കോംപ്ലിമെന്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡോട്ട്. അപ്പൊ ഇതെന്തായിരിക്കും? ഈ വേരിയബിളിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇത് ബി കോംപ്ലിമെന്റ്. ഓക്കെ, എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ്. ഇനി മറ്റൊരു കാര്യം, അതായത് 0നെ മിൻ ടേമിൽ കോംപ്ലിമെന്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. 0 എന്ന് പറയുന്നത് മിൻ ടേമിൽ എഴുതുക. 0 എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ്. നേരെ മറിച്ച് മാക്സ് ടേമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് 1നെയാണ് നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തു വെക്കേണ്ടത് ഏതെങ്കിലും ഒരെണ്ണം വൃത്തിയായിട്ട് പഠിക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേതെന്ന് ഓർത്ത് വയ്ക്കുക. മിൻ ടേം എന്ന് പറയുമ്പോൾ ആൻഡ് ഓപ്പറേറ്റർ, 0 എന്ന് പറയുന്നത് കോംപ്ലിമെന്റ്, അങ്ങനെ പഠിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ മാക്സ് ടേം എന്ന് പറയുന്നത് ഓർ ഓപ്പറേറ്റർ ആണ്, അതിൽ 1 ആണ് കോംപ്ലിമെന്റ് വരുന്നത്. സാധാരണ നമുക്കറിയാവുന്നത് 0നെ നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡാണ്. സോ നിങ്ങൾ മിന്ന് പഠിച്ചു വയ്ക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മാക്സ്, ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം വൃത്തിയിൽ പഠിച്ചു പോവാം. അപ്പോൾ 0നെ നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ടും 1നെ നോർമൽ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മിൻ ടേം നമുക്ക് ഫുള്ളായിട്ടൊന്ന് എഴുതി പോവാം. ഇതിന് ഈ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്ന കോമ്പിനേഷന്റെ ഡെസിഗ്നേഷൻ, മിൻ ടേമിലത്തെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് മിനിമം ടേം അല്ലേ, അതായത് സ്മോൾ ലെറ്റർ M0. ഇനി ഈ 0 1 എന്ന് പറയുന്ന കോമ്പിനേഷന്റെ കറസ്പോണ്ടിങ് മിൻ ടേം എന്തായിരിക്കും? 0നെ എങ്ങനെയാണ്? കോംപ്ലിമെന്റ് ആയിട്ടാണ്. ഏത് വേരിയബിളിനാണ് 0 വാല്യൂ വരുന്നത്? എ എന്ന് പറയുന്ന വേരിയബിളിന്. അപ്പൊ എന്ത് വരും? എ കോംപ്ലിമെന്റ് ഡോട്ട് ബി അല്ലേ? അപ്പൊ ഇതാണ് M1 എന്ന് പറയുന്ന രണ്ടാമത്തെ ടേം. ഇനി ഇതെന്തായിരിക്കും? 1 എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് തന്നെ, ഇവിടെ ബിക്കാണ് 0, സോ ബി കോംപ്ലിമെന്റ്. ഇതാണ് M2. ഇനി അടുത്ത് നോക്കൂ, രണ്ടും 1 1 ആണ്, സോ എ ഡോട്ട് ബി. ഇതാണ് M3. ക്ലിയർ ആയോ? അപ്പൊ മിൻ ടേമിൽ 0നെ കോംപ്ലിമെന്റ് ആയിട്ടും 1നെ നോർമൽ ആയിട്ടും. മിൻ ടേം എന്ന് പറയുന്നത് ആൻഡ് ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്യുന്നതാണ്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മാക്സ് ടേമിൽ വരുന്നത്. അപ്പൊ എങ്ങനെ വരും? ഇവിടെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. 0 എന്ന് പറയുന്നത് നോർമൽ ആണ്. അപ്പൊ എങ്ങനെ വരും? എ ഓർ ബി. ഇതിന് നമ്മൾ ഡെസിഗ്നേഷൻ പറയുന്നത് ക്യാപിറ്റൽ M0 ആണ്. അടുത്തത് എങ്ങനെ വരും? എ പ്ലസ് ബി കോംപ്ലിമെന്റ്. ഇത് M1 ആണ്. അടുത്തത് ഏതാ വരിക? എ കോംപ്ലിമെന്റ് ഓർ ബി. ഇതാ ഇത് M2.
രണ്ടും 1 1 ആവുമ്പോൾ രണ്ടും കോംപ്ലിമെന്റ് വരും. എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ്. ഇതാണ് M3. ക്ലിയർ ആയോ? രണ്ട് വേരിയബിൾസ് വെച്ചിട്ട് അതിൻ്റെ ഏതൊക്കെയാണ് മിൻ ടേംസ്, അതിന് പോസിബിൾ ആയിട്ടുള്ള മിൻ ടേംസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡെസിഗ്നേഷൻ എന്തൊക്കെയാണ്, രണ്ട് വേരിയബിൾ വെച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ള മാക്സ് ടേംസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡെസിഗ്നേഷൻ ഏതൊക്കെയാണ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3 വേരിയബിൾ വെച്ചിട്ടുള്ള മിൻ ടേംസിൻ്റെയും മാക്സ് ടേമിൻ്റെയും നമുക്ക് ടേബിൾസ് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ 3 വേരിയബിൾ എന്ന് പറയുമ്പോൾ എ ബി, അതുപോലെ തന്നെ ഏത് വേരിയബിളും കൂടെ വരും, സിയും കൂടെ വരും. നമുക്കൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു വ്യത്യാസം കൂടെ വരുത്തിയാൽ മതി. ഞാനത് ഇതിനോടൊപ്പം തന്നെ കൈയോടെ ചെയ്തു പോവാം. ഓക്കെ, നോക്കി നോക്കാം. ബി വരും, അതുപോലെ തന്നെ സി വരും അല്ലേ. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് ആണ് വരുന്നത്, എല്ലാത്തിനെയും ഫുള്ളായിട്ട് ഞാൻ എഴുതുന്നില്ല. ഇത് 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഇതൊക്കെയാണ് 3 വേരിയബിൾസ് വെച്ച് പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് മിൻ ടേമും ഇതിൻ്റെ കറസ്പോണ്ടിങ് മാക്സ് ടേമും കുറച്ചെണ്ണത്തിൻ്റെ എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ മിൻ ടേം ആവുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്, ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് വരും. മാക്സ് ടേം ആണെന്നുണ്ടെങ്കിൽ ഓർ ഓപ്പറേറ്റർ വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് വരും. മിൻ ടേമിൽ 0നെയാണ് നമ്മൾ കോംപ്ലിമെന്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ മിൻ ടേം നമുക്ക് ഏറ്റവും ആദ്യം എഴുതാം, അതിനുശേഷം മാക്സ് ടേം എഴുതാം. അപ്പോൾ ഇത് 3ഉം 0 ആണ്. അപ്പോൾ എങ്ങനെ വരും, എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ് അല്ലെ. എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ഡോട്ട് സി കോംപ്ലിമെന്റ്. അപ്പോൾ അതിന്റെ ഡെസിഗ്നേഷൻ എന്താ, M0. അടുത്തത് ഏത് വരും പറഞ്ഞു നോക്കൂ, രണ്ടെണ്ണം 0യും പിന്നെ ഒരെണ്ണം 1. എ 0 ആണ്, ബി 0 ആണ്. അപ്പോൾ 0 ഉള്ളത് കോംപ്ലിമെന്റിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വരും എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ഡോട്ട് സി അല്ലെ. ഇതാണ് M1. അടുത്തതോ എ കോംപ്ലിമെന്റ് ഡോട്ട് ബി സി കോംപ്ലിമെന്റ്, ഇത് M2. അടുത്തത് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി സി അല്ലെ, M3. ഇത് എ ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ്, M4. ഡോട്ട് ഞാൻ അങ്ങനെ എഴുതി പോണില്ല കേട്ടോ. അടുത്തത് എ ബി കോംപ്ലിമെന്റ് സി, ഇത് M5. അടുത്തത് എ ബി സി കോംപ്ലിമെന്റ് M6, എ ബി സി, ഇതാണ് M7. 0 തൊട്ട് 7 വരെ 8 ടേംസ്. ഇതാണ് 3 വേരിയബിൾസ് വെച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ള മിൻ ടേംസ്. ഇനി 3 വേരിയബിൾസ് വെച്ച് പോസിബിൾ ആയിട്ടുള്ള മാക്സ് ടേംസ് ഏതൊക്കെയാണ്. മാക്സ് ടേം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഓപ്പറേറ്റർ ഓറുമാണ്, അതുപോലെ തന്നെ 1നെയാണ് നമ്മൾ അവിടെ കോംപ്ലിമെന്റ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ എ ബി സി എല്ലാം 0 ആണ്. അപ്പോൾ എന്ത് വരും, എ ഓർ ബി ഓർ സി, ഇത് ക്യാപിറ്റൽ M1. അടുത്തത് എന്ത് വരും, എ ഓർ ബി ഓർ സി കോംപ്ലിമെന്റ്, ഇതാണ് M2. അടുത്തത് എ ഓർ ബി കോംപ്ലിമെന്റ് ഓർ സി അല്ലെ. ഇത് നോക്കൂ, ഇതിന് നേരെ കോംപ്ലിമെന്റ് അല്ലേ ഇത്. ഇത് എ കോംപ്ലിമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് എ, ഇത് ആൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഓർ, ഇത് ബി ആണെങ്കിൽ ഇത് ബി കോംപ്ലിമെന്റ്, ഇത് സി കോംപ്ലിമെന്റ് ആണെങ്കിൽ ഇത് സി അല്ലേ. ഇതിന്റെ മിൻ ടേംസിന്റെ നേരെ കോംപ്ലിമെന്റ് ആണ് മാക്സ് ടേം എന്ന് പറയുന്നത്. ഇനി 0 1 1 ആണ്. അപ്പൊ എന്ത് വരും, എ ഓർ ബി കോംപ്ലിമെന്റ് ഓർ സി കോംപ്ലിമെന്റ്, ഇത് M4 വരും. അയ്യോ, M1 തെറ്റിപ്പോയി അല്ലേ, M0 ആണ് എഴുതേണ്ടത്. M0 M1 M2 M3 ആണ്. M1 M2 M3. അടുത്ത ടേം എന്ത് വരും, എ കോംപ്ലിമെന്റ് ഓർ ബി ഓർ സി, ഇതാണ് M4. അടുത്തത് എന്താണ്, എ കോംപ്ലിമെന്റ് ഓർ ബി ഓർ സി കോംപ്ലിമെന്റ്, M5. അടുത്തത് എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് ഓർ സി, M6. അടുത്ത എന്ത് വരും, എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് ഓർ സി കോംപ്ലിമെന്റ്, M7. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 വേരിയബിൾസ് വെച്ച് പോസിബിൾ ആയിട്ടുള്ള മിൻ ടേംസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡെസിഗ്നേഷൻ ഏതൊക്കെയാണ്, മാക്സ് ടേംസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡെസിഗ്നേഷൻ ഏതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ചധികം ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് കാനോനിക്കൽ ഫോം, അതുപോലെ തന്നെ എന്താണ് മിൻ ടേം, എന്താണ് മാക്സ് ടേം, 2 വേരിയബിൾ വെച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ള മിൻ ടേംസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡെസിഗ്നേഷൻ ഏതൊക്കെയാണ്, 3 വേരിയബിൾസ് വെച്ച് പോസിബിൾ ആയിട്ടുള്ള മിൻ ടേംസും മാക്സ് ടേംസും ഏതൊക്കെയാണ്, അതിൻ്റെ ഡെസിഗ്നേഷൻസ് ഏതൊക്കെയാണ്. ഓക്കെ, താങ്ക് യു.